ഇതിലേതാ പ്രിന്റ് ചെയ്യണ്ട്? ഇത് ശരി. ഞാൻ വിചാരിച്ചത് എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യണമെന്നാ. ഇന്നലെ എത്ര നേരം അവിടെ വന്ന് കാത്തിരുന്നോ? അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് കാണാമെന്ന് വെച്ചത്. സന്തോഷം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് മാനസയാണ്. കാര്യങ്ങൾ അറിയേണ്ടത് എനിക്കും. എനിക്കതിന് അവാർഡൊന്നും കിട്ടിയിട്ടില്ലല്ലോ. വേണ്ട, വളരെ സ്മാർട്ടായ ഒരു ജേർണലിസ്റ്റാണ് മാനസ. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും മാനസ അറിയാതെ കടന്നു പോവില്ല. തിരക്കിട്ട പണിയില്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരും. വളച്ചു കെട്ടാതെ കാര്യം പറയാം. എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നുള്ളൂ, ജനാർദ്ദനൻ. കുറച്ചാൾ മുമ്പ് അയാൾ മരിച്ചുപോയി. ഞാനപ്പോൾ ജയിലിലായിരുന്നു. ആത്മഹത്യയാണെന്നായിരുന്നു കേട്ടിരുന്നത്. പക്ഷേ ഇപ്പൊ കിട്ടിയ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ജനുവിനെ ആരോ കൊന്നതാണ്. പോലീസ് അന്വേഷണം ഒന്നും ഉണ്ടായില്ലേ? ജനുവിന്റെ ബോഡി ട്രാക്കിൽ കൊണ്ടുപോയിടുന്നത് കണ്ടു എന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ഗാങ്മാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ്. കൊലപാതകമാണെന്ന് പരാതിപ്പെട്ട ജനുവിന്റെ വീട്ടുകാർ പിന്നീട് നാവ് ഉയർത്തിയിട്ടില്ല. വലിയ കൈകളാവണം പുറകിൽ. അന്ന് ഏതോ ഒരു പത്രത്തിൽ കൊലപാതകമാണെന്ന് പറഞ്ഞ് വിശദമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നതായി വക്കീൽ പറഞ്ഞു. ആ പത്രവും തപ്പിയെടുക്കാൻ മാനസിക് എന്നെ സഹായിക്കാമോ? ജനാർദ്ദനൻ അല്ലേ? അതെ. പത്രം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആൾപെരുമാറ്റമുള്ള ലക്ഷണമില്ല. നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം. ഹലോ, ആ പത്രത്തിന്റെ ആളുകൾ ഇപ്പൊ എവിടെയാ? സക്രിയ സാറല്ലേ? ആ, അങ്ങേര് പ്രസ്സും പത്രമൊക്കെ നിർത്തി പോയല്ലോ. മുമ്പ് ഇവിടെ അടുത്തായിരുന്നു, ഇപ്പൊ കുറച്ച് ദൂരെയാ താമസം. സ്ഥലം ഒന്ന് പറഞ്ഞുതരാം. പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു ചേരുന്നു. ഈ ലായനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ തുള്ളിയെടുത്ത് രുചിച്ചു നോക്കുക. ഏതു ഭാഗത്തു നിന്ന് രുചിച്ചു നോക്കിയാലും ഒരേ രുചി ഉള്ളതാണെന്ന് കാണാം. ഈ ലായനി ജോൺ സക്രിയ എവിടുന്നാ? പ്രസ്സിൽ പോയിരുന്നു. കുറെ നാളായിട്ട് അടച്ചിട്ടിരിക്കാണെന്ന് അറിഞ്ഞു. ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനാ. എന്റെ പേര് നരേന്ദ്രൻ. ഇത് മാനസ ഒരു ജേർണലിസ്റ്റാ. അങ്ങേര് സുഖമില്ലാതെ കിടക്കുക. ബുദ്ധിമുട്ടിക്കില്ല, ഒരു 5 മിനിറ്റ് മതി. വരൂ മോനാ കസേരയും എടുത്തോണ്ട് വാ. ഏതോ പത്രത്തിൽ നിന്നാ. എന്തു വേണം? എന്താ അസുഖം? നിങ്ങൾക്ക് എന്ത് വേണമെന്നാ ചോദിച്ചത്? ജ്വാലയില് ജനാർദ്ദൻ എന്നൊരാളുടെ മരണത്തെപ്പറ്റി ഒരു റിപ്പോർട്ട് വന്നിരുന്നല്ലോ കുറച്ചു മുമ്പ്. ജനു എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അതൊരു കൊലപാതകമായിരുന്നു എന്നുള്ള വാർത്ത വന്നത് ജ്വാലയിൽ മാത്രമാണ്. എവിടെ നിന്നാണ് ന്യൂസ് കിട്ടിയത്? അങ്ങനെ ഒരു ന്യൂസ് എന്റെ പത്രത്തിൽ വന്നതായി എനിക്ക് ഓർമ്മയില്ല. വന്നു സർ, പത്രം എന്റെ കയ്യിലുണ്ട്. വേണ്ട, എനിക്കത് കാണണ്ട. ദയവ് ചെയ്ത് എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലിക്കരുത്. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞങ്ങൾക്ക് വേറെ ഒരു ഉദ്ദേശവുമില്ല. സത്യം അറിയാൻ വേണ്ടി മാത്രമാണ്. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ആ വാർത്ത ഇട്ടതിന്റെ പേരില്ല ഇപ്പൊ ഈ കിടക്കുന്നത്. പ്രസ് തല്ലി പൊളിച്ചു. ഈ മനുഷ്യനെ എണീക്കാൻ വയ്യണ്ടാക്കി. ഞങ്ങളുടെ മോനെ ഓർത്തിട്ട ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത്. മേലി,
ആരാ ഇതൊക്കെ ചെയ്തത്? നിങ്ങളുടെ കൂട്ടുകാരനെ ആരാ കൊന്നത്? അവരൊക്കെ തന്നെ. പണവും സ്വാധീനം ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്തു ആവാമല്ലോ. ഭയപ്പെടണ്ട, ഞാൻ അറിയുന്നതുകൊണ്ട് ഒരു അപകടവും വരില്ല. ആരാ നിങ്ങളെ ഉപദ്രവിച്ചത്? ജനാർദ്ദനെ കൊന്നത് ഞങ്ങളാണ്. അവനെ മാത്രമല്ല, ഞങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്നവൻ ആരായാലും അനുഭവം അതായിരിക്കും. പക്ഷെ തന്റെ പത്രത്തിൽ കൂടുള്ള പബ്ലിസിറ്റി ഞങ്ങൾക്ക് വേണ്ട. അയ്യോ അയ്യോ എന്നെ മാസത്തോളം വെള്ളൂരിലെ ആശുപത്രിയിലായിരുന്നു. ചികിത്സയ്ക്ക് മാത്രമല്ല, ഭക്ഷണത്തിന് കൂടി വഴിയില്ലാതായപ്പോ തിരിച്ചു പോന്നു. എവളിപ്പോ റബ്ബർ തോട്ടത്തിൽ പണിക്ക് പോകുന്നതുകൊണ്ടാ മരിക്കാതെ കിടക്കുന്നത്. പിന്നെ വരാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ചികിത്സയ്ക്കും മരുന്നിനും ഒക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിൽ എഴുതിയാല് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ശരിക്കും വഴിമുട്ടിപ്പോയി. അതുകൊണ്ടാ. മേരി, ഗുഡ് ഈവനിങ്. മിസ്റ്റർ നമ്പ്യാർ. യെസ്. മിസ്റ്റർ ജലീൽ. മിസ്റ്റർ സ്റ്റാൻലി. നിങ്ങളെ 3 പേരെയും എനിക്കറിയാം. എന്റെ പേര് ബെൻ നരേന്ദ്രൻ. കാറുകളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട്, സമയമാണെങ്കിൽ വളരെ കുറവും. കാണാം. നരേന്ദ്രൻ, എഴുന്നേക്ക്. സാഹിത്യ അക്കാദമിയുടെ ആളുകൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. അവാർഡ് ചടങ്ങ് 15-നാണ് അത്ര ഉദ്ദേശിക്കുന്നത്. പരോള് കഴിഞ്ഞ് 11-ന് തിരിച്ചു പോകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർക്ക് തന്നെ ഒന്ന് കാണണമെന്ന് വലിയ നിർബന്ധം. അവാർഡൊക്കെ സൗകര്യം പോലെ അവർ കൊടുത്തോട്ടെ. താൻ ഏതായാലും ഒന്നങ്ങോട്ട് ചെല്ല്, അവർക്കൊന്ന് കാണാനാ. നമസ്കാരം. 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 തിരക്കിനിടയിൽ നേരത്തെ വന്ന് കാണാൻ സാധിച്ചില്ല. ഈ വർഷത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ മിസ്റ്റർ ബെൻ നരേന്ദ്രനാണ്. നമ്മുടെ സ്ഥിരം കാഴ്ചപ്പാടുകൾക്കേറ്റ കനത്ത ഒരടിയാണ് ശരണാലയം. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ആട്ടെ, ഈ പരോളിന്റെ കാലാവധി കുറച്ച് നീട്ടിക്കിട്ടാൻ വല്ല വഴിയുണ്ടോ? അത് നടക്കില്ല. ചടങ്ങ് നടക്കട്ടെ, എന്റെ കാര്യം പ്രശ്നമാക്കണ്ട. അത് പ്രശ്നമാണ്. ഈ വർഷത്തെ ചടങ്ങ് ബെന്നിന് വേണ്ടിയുള്ളതാണ്. എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പരോള് കഴിയുന്നത് എന്നാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്തായാലും ബെന്നുണ്ടായേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, 11-നാണല്ലോ തിരിച്ചു പോകുന്നത്. 11-ന് മുൻപ് ഫംഗ്ഷൻ നടത്താൻ ഞങ്ങൾ തീവ്രമായ ശ്രമം നടത്താം. അത് വേണോ? വേണം. ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇനി വൈകുന്നില്ല, ഞങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് നീങ്ങട്ടെ. ഫോൺ ചെയ്യാം. ആയിക്കോട്ടെ. 11-ക്കോ? മനസ്സടിച്ചു വിളിക്കുന്നു. അത് ശരി. വേറെ ആളുകളെ കവർ ചെയ്ത് തുടങ്ങിയോ? ഞാൻ റിപ്പോർട്ടേഴ്സിനെ അയക്കാം. 2 പേരെ അയക്കാം. എന്താ അതിന്റെ ഭാവം? എന്താ ഇതൊക്കെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്ററാണ് സാർ ഇത്. ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാ. ജനാർദ്ദന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത ആളാണ് ഈ ജോൺ സക്രിയ.
വളരെ നിർബന്ധിച്ചിട്ടാ അയാൾ എല്ലാം തുറന്നു പറഞ്ഞത്. നമ്മുടെ പത്രത്തിൽ ഫ്ലാഷ് ചെയ്ത പല VIP-കളുടെയും മുഖംമൂടി പൊളിഞ്ഞു വീഴും. താനെന്തിനാ ഇതൊക്കെ കുത്തിപ്പൊക്കാൻ നിൽക്കുന്നത്? സർ, ഇതിലെ സത്യമാണ് സർ. എഴുതേണ്ട സത്യങ്ങൾ എന്താണെന്നും എഴുതാൻ പാടില്ലാത്ത സത്യങ്ങൾ എന്താണെന്നും എനിക്കറിയാം. സർ, തെളിവ് സഹിതം ഞാൻ കൊണ്ടുവന്ന ഒരു മാറ്ററാണിത്. നമ്മുടെ പത്രത്തിൽ ഇത് കൊടുക്കാൻ ചങ്കൂറ്റം ഇല്ലെങ്കിൽ പിന്നെ സാർ എന്തിനാ എഡിറ്ററാണെന്ന് പറഞ്ഞ് ഇവിടെ കുത്തിയിരിക്കുന്നത്? എന്താ മനസ്സേ, എന്താന്നറിയില്ല. അവര് ആ മോട്ടോർ ബൈക്കുകാര്. സംഭവം ഞാൻ പറയാം. കുട്ടി കുറച്ചു നാളായില്ലേ ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ സ്ഥലത്തെ പൂവാലന്മാരൊക്കെ ഒന്ന് ഇളകിരി. അയ്യോ, അങ്ങനെയൊന്നും അല്ലെന്നേ. ഞാൻ പറയട്ടെ, അതിൽ കുറച്ചുപേർ ചേർന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സംഭവം നേരി കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവുമായിരുന്നില്ല. ഐ എം വെരി ഷുവർ ദേ ട്രൈ ടു കിൽ മീ. എന്തിന്? അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എന്തിനും ഒരു ലോജിക്ക് വേണമല്ലോ. ജനുവിന്റെ മരണത്തെ പറ്റി ഞാൻ കൊടുത്ത റിപ്പോർട്ട് പത്രത്തിൽ ഇടാത്തതിന് എന്താണ് ലോജിക്? ജനുവിന്റെ അനിയത്തിയാണല്ലോ അത്. ഇരി. ഇതേതാ സ്ഥലം? ഇത് ആർക്കെ നമ്പ്യാരുടെ ഗസ്റ്റ് ഹൗസ് ആണല്ലോ. ഇവൾക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ആരെങ്കിലും താമസമുണ്ടോ? അറിയില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണിതെന്ന് കേട്ടിട്ടുണ്ട്. പകലൊന്നും ഇവിടെ ആരെയും കാണാറില്ല. പക്ഷെ രാത്രി പലപ്പോഴും ഒരുപാട് കാറുകൾ കാണാം. ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല. വക്കീലെ, ഞാൻ ആ വണ്ടി നിൽക്കുന്നേ. എവിടെ പോയ രാത്രിയില്? പോരാന്നേ. എവിടൊക്കെയാണെന്ന് പറ. ഇവിടെ അടുത്തൊരു പരോളിലിറങ്ങിയ പ്രതിയാ. ഉത്തരവാദിത്തം എനിക്കാണ്. അങ്ങനെ ഒറ്റക്ക് കറങ്ങി നടക്കൊന്നും വേണ്ട, ഞാനും കൂടെ വരാം. വക്കീൽ വന്നാൽ ശരിയാവില്ല. വക്കീൽ വന്നാൽ ശരിയാവും. വന്ന് തൊലയ്ക്ക്. ഇനി പറ, നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? എവിടേക്കാണെന്ന് അവിടെ എത്തുമ്പോ മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വക്കീലിനോടും ഡോക്ടറോടും ഒന്നും ഒളിക്കാൻ പാടില്ല. ഒന്നും ഒളിക്കാനില്ല, ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇവിടത്തെ ചില വമ്പന്മാരുടെ ഒരു സങ്കേതം ഉണ്ടല്ലോ, ആർക്കെ നമ്പ്യാരുടെ ഗസ്റ്റ് ഹൗസ്. അവിടെ രാത്രി കാലങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണം. ആഹാ, നിർത്തു വണ്ടി. വണ്ടി നിർത്താൻ. വണ്ടി തിരികെ. എനിക്ക് പോണം. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വണ്ടി തിരിക്കുന്നതാണ് നല്ലത്. ജീവനിൽ കൊതിയില്ല. എനിക്ക് സ്വല്പം കൊതിയുണ്ട്. എന്നാലേ കൊതി തീരുന്നവരെ വക്കീൽ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. വേഗം വരണം, ഞാനിവിടെ തന്നെ നിൽക്കും.
सब ठीक है ജി ആ കുട്ടിയോട് വരാൻ പറയും. നിന്റെ പേരെന്താ? സെലീന. ആ, ഇന്ന് മുതൽ നീ സെലീനയല്ല, ഡെയ്സി. ഡെയ്സി മാത്യൂസ്. പാസ്പോർട്ടിലും അതായിരിക്കും പേര്. കാര്യങ്ങളൊക്കെ സ്റ്റാൻലി പറഞ്ഞിട്ടില്ലേ? ഉവ്വ്. അനുസരണക്കേട് കാണിക്കരുത്. ഇല്ല. മുറി പോയിരുന്നോളൂ. കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ല. പറയേണ്ട വിധത്തിൽ പറഞ്ഞെങ്കിലേ മിനിസ്റ്റർക്ക് മനസ്സിലാവൂ. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. സീൽ ചെയ്ത കവറുകളിലാണ് ടെൻഡറിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ കളക്ടർ ആണെങ്കിൽ ഒരു പിടിവാശിക്കാരനും. സീൽ ചെയ്ത കവറുകളിലെ ടെൻഡറുകൾ മാറുന്നത് ഇതാദ്യമല്ലല്ലോ. കഴിഞ്ഞ തവണ പാലത്തിന്റെ പണിയിലുള്ള പരാതി കേട്ടിട്ടാ മന്ത്രിക്ക് പേടി. അതിന് പേടിക്കുന്നതിനാ? നമ്മുടെ പേരിലല്ലോ കോൺട്രാക്ട്. കോൺട്രാക്ട് ഉള്ള ആൾക്ക് മന്ത്രിയുമായി പരിചയം പോലും ഇല്ല. അതല്ല, നമ്മൾ തമ്മിലുള്ള അടുപ്പം പല ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. ഞാൻ ആരാ? വോട്ടവകാശം പോലും ഇല്ലാത്ത വെറും ഒരു IP ഹോൾഡർ. സ്വന്തമായി 1 സെന്റ് ഭൂമി പോലും ഇല്ലെന്ന് കോടതി വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു ഒറ്റ ബലത്തിലാണ് ഞാൻ കളിക്കുന്നത്. ഞാനും നിങ്ങളുമായി ബന്ധമുണ്ടെന്ന് ലോകം മുഴുവൻ അറിഞ്ഞാലും നമുക്കെതിരെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കാരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങളത് ചെയ്തേ പറ്റൂ. എന്നാലും ഇത്രയധികം തുകയുടെ എത്ര തുകയായാലും എന്താ? നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ. ഖജനാവിലെ പണം എന്ന് വെച്ചാൽ സർക്കാരിന്റെ പണം, അതായത് ജനങ്ങളുടെ പണം. ഞാനും ജനത്തിൽപ്പെട്ടതാ. ലക്ഷങ്ങൾ മുടക്കി ഒരു പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്നത് പുണ്യം നേടാനൊന്നുമല്ല. നിങ്ങൾക്ക് മാർഗടസം ഉണ്ടാക്കുന്നവൻ ആരാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ചാലി വാ. ആരാ? ഒന്നുമില്ല. ആരെ കാണാനാ നിൽക്കുന്നത്? വെറുതെ. ഈ അസമയത്ത് ഞങ്ങളുടെ ഗേറ്റ് വന്ന് നിൽക്കുന്നത് എന്തിനാന്ന് ചോദിച്ചത്. നിങ്ങളുടെ ഗേറ്റാണെന്ന് അറിഞ്ഞില്ല. താൻ ആരാടോ? എടോ പോടോ എന്നുള്ള വിളിയൊന്നും വേണ്ട. നിയമമൊക്കെ അറിയാവുന്ന ആള് തന്നെ ഞാൻ. നിങ്ങളുടെ ഗേറ്റിൽ നിൽക്കുന്നില്ല. റോഡിൽ നിൽക്കാൻ ഒരാളുടെ അനുവാദം ആവശ്യമില്ലല്ലോ. ആരാള്? കുറെ നേരമല്ലോ അവിടെ നിൽക്കാൻ തുടങ്ങിട്ട്. ആരാണെന്ന് പറയുന്നില്ല രാജാ. കഴിഞ്ഞ ആഴ്ച തഹസിൽദാരുടെ വീട്ടിലെ കിടപ്പുമുറിയുടെ ജനാലക്കാട്ട് നീക്കി നോക്കിയവനെ പറ്റാണോ? വിടവിടവനെ. അത് ഞാനൊന്നുമല്ല. പിന്നെ ആരാന്ന് പറയടാ? നിക്കടാ അവിടെ. നിക്കാനാ പറഞ്ഞത്. അവിടെ നിക്കാം. നിക്കടാ അവിടെ. ഇങ്ങോടൂ. എവിടെ ഈ നേരത്ത്? ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിച്ചിട്ട് വരിക. സിനിമയോ? ഈ ഭാഗത്ത് എവിടെ തിയേറ്റർ ഉള്ളത്? കൗണ്ടർ ഫയൽ എടുക്ക്. സാർ സത്യം പറയാം, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ്? കൗണ്ടർ ഫയൽ എടുക്കടാ. സാർ എടാന്നൊന്നും വിളിക്കരുത്. അഡ്വക്കേറ്റ് PS നെന്മാറാന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. ആദ്യം നീ സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞു. ഇപ്പൊ നീ അഡ്വക്കേറ്റ് ആണെന്ന് പറയണം. ശരിക്കുള്ള സത്യം സ്റ്റേഷനിൽ കൊണ്ടേ പറയിപ്പിക്കണം. നടക്കണം. ഓ, നീ വന്നു അല്ലേ? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്ത് പ്രാർത്ഥന? എന്നെ തനിച്ചാക്കല്ലേ, കുഞ്ഞിക്കണ്ണനെ വേഗം വരുത്തണേന്ന് ദിവസത്തിൽ 3 നേരം പ്രാർത്ഥിക്കായിരുന്നു. അതൊരു ചതിയായിപ്പോയി. വെറുതെ അല്ല എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നത്. ഇങ്ങോട്ട് ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോ വലിയ വക്കീൽ എന്നെ തല്ലി. ആ കൊലപ്പുള്ളി എന്നെ കൊന്നാലോ എന്ന് ചോദിച്ചപ്പോ പറയാ, നീ ചത്ത നിന്റെ ശേഷക്രിയ ഞാൻ ഭംഗിയായി നടത്തിക്കോളാം കുഞ്ഞിക്കണ്ണാന്ന്. അതൊരു വലിയ കാര്യം തന്നെ കുഞ്ഞിക്കണ്ണ. ആ, ഒന്നും മിണ്ടാതെയും പറയാതെ എങ്ങോട്ടാ പോയത്? ഉച്ചിപ്പുറത്ത് നാണുമ്മാന്റെ ചാത്തം. പോകുന്ന വഴിക്ക് തോണി മറിഞ്ഞു, വരുന്ന വഴിക്ക് ബസ് അപകടം. ബാക്കിയുള്ളവന്റെ തലവിധി അല്ലാണ്ട് എന്ത് പറയാൻ. വാ. വക്കീലേ, വക്കീലേ. വക്കീലിനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. അയ്യോ, കാണാനില്ലെന്നോ? നിങ്ങൾ അറിയണ്ട അങ്ങേരെ എവിടെ പോവാൻ. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുമിച്ച് പുറത്തിറങ്ങിയതാ. തിരിച്ചു വന്നപ്പോ വക്കീലിനെ കാണാനില്ല. ഈശ്വര, വക്കീലിനെ തട്ടിക്കഴിഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. കുഞ്ഞിക്കണ്ണൻ എവിടെയായിരുന്നു? അങ്ങോട്ട് പോകുമ്പോ ബസ് അപകടം, ഇങ്ങോട്ട് വരുമ്പോ തോണി മറിഞ്ഞ്. നാണുമാമന്റെ ചാത്തേ കുച്ചിപ്പുറത്ത്. അല്ല, വക്കീൽ ഇത് എവിടെയായിരുന്നു?
ഇന്നലെ ആ ഏരിയ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കിയല്ലോ. കുഞ്ഞിക്കണ്ണ, കുറച്ച് എണ്ണയും കുഴമ്പൊക്കെ എടുത്തു വെക്ക്. വെള്ളവും ചൂടാക്കിക്കോ, ഒന്ന് കുളിക്കണം. ചെല് ചെല് ചെല്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഡയറക്ടർ ബോണ്ട് തീരുമാനമാണ്. ടെർമിനേഷൻ നോട്ടീസ് തന്നാൽ അത് മാറ്റിട്ട് പോവുക. അതിനെന്തെങ്കിലും കാരണം വേണ്ടേ സർ? കാരണം എന്തെങ്കിലും ഉണ്ടാവുന്ന കൂട്ടിക്കോളൂ. അതറിഞ്ഞാലേ എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് മാനസയുടെ ഒരു തെറ്റ്. ഈ പത്രത്തിന് മാനസയുടെ സേവനം വേണ്ടാന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോവുക, അത്ര തന്നെ. എങ്കിലും ഇത്ര നാളെ ഈ പത്രത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടതല്ലേ? അതൊക്കെ എനിക്കറിഞ്ഞൂടെ? ഇതുകൊണ്ടൊന്നും തന്റെ ഭാവിക്ക് ഒരു കുഴപ്പമില്ല. മാനസയ്ക്ക് കഴിവും അത് ഉപയോഗിക്കാനുള്ള ധൈര്യമുണ്ട്. അവസരങ്ങൾ താനേ വന്നോളും. ധൈര്യമായിരിക്കും. എന്തായി? കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ വിഷമത്തോടെ പോയത്. അത് സാരമില്ല. വാസ്തവത്തിൽ മാനസ് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു അസറ്റായിരുന്നു. വാര്യർക്ക് അറിയാമല്ലോ, ഇത് എന്റെ മാത്രം താല്പര്യമല്ല. ഇനി അവളിവിടെ വർക്ക് ചെയ്താൽ അത് ഈ സ്ഥാപനത്തിന് തന്നെ അപകടമാണ്. ഒരു ജേർണലിസ്റ്റിനേക്കാൾ നമുക്ക് ആവശ്യം നമ്മുടെ സുഹൃത്തുക്കളാണ്.